എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൽപ്പായസം, വെറും പാൽപ്പായസം അല്ല, അവിൽ പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഞാനിത് ഈ അവിൽ വെച്ച് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ശർക്കര വെച്ചും ഉണ്ടാക്കാം, ശർക്കര പാനി ഉപയോഗിച്ചിട്ട് അങ്ങനെയും ഉണ്ടാക്കാം, പാൽപ്പായസമായിട്ടും ഉണ്ടാക്കാം, പാൽ ഉപയോഗിച്ചും ഉണ്ടാക്കാം. അപ്പോൾ ഈ എളുപ്പം നമുക്ക് പാൽപ്പായസം ഉണ്ടാക്കുന്നതാണ്. ശർക്കര ഒഴിക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്തൊക്കെ ഉണ്ടാക്കണം, അതിന് കുറേ സമയം വേണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിപ്പോൾ വിഷുവിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു പാൽപ്പായസമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അവൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ 1/2 ലിറ്റർ പാലേ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ്. 1 കപ്പ് അവിലും എടുത്തിട്ടുണ്ട്. നമ്മളെ ചുമന്ന കളറിലുള്ള ബ്രൗൺ കളറിലുള്ള അവിലില്ലേ, മട്ട അവിലാണത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഇത് വളരെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട. പാല്, പഞ്ചസാര, അവിൽ, ഇതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് കാഷ്യൂനട്ട്, റൈസിൻസ് ഒക്കെ വേണമെങ്കിൽ നെയ്യിൽ ഒന്ന് മൂപ്പിച്ചിടുകയും ചെയ്യാം. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാനിപ്പോൾ കിച്ചണിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരും. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു. സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഈ നെയ്യ് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കാഷ്യൂനട്ട് 8-10 ഒക്കെ എടുത്തിട്ടുള്ളൂ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും, ഒരു ചെറിയ ബ്രൗൺ നിറമായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കാം. റൈസിൻസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഇതങ്ങ് ബബിളായിട്ട് വരും ആ ചൂട് തട്ടുമ്പോൾ തന്നെ. എന്നിട്ടിത് നമുക്ക് ഇതിൽ നിന്ന് നെയ്യിൽ നിന്ന് കോരി മാറ്റണം. ഇനി ഈ പാനിലേക്ക് തന്നെ നമുക്ക് അവലിട്ട് കൊടുക്കാം. 1 കപ്പ് അവലാണ് എടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ആ നെയ്യിലൊന്ന് കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ നമ്മുടെ അവിലൊന്ന് വെന്ത് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഈ പാലിൽ കിടന്ന് ഇത് തിളച്ച് അവിൽ വെന്ത് വരണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്നവിടെ തിളച്ച് ആ അവിലൊന്ന് നല്ലതുപോലെ വെന്ത് വരട്ടെ. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ അവൽ പെട്ടെന്ന് വെന്ത് കിട്ടും, കണ്ടോ? നല്ലപോലെ കുറച്ചും കൂടെ ഒരു മിനിറ്റും കൂടെ വേണം. വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ തിളച്ച് വന്നതിന് ശേഷം. അപ്പോൾ ഒരല്പ നേരവും കൂടി വേണം. ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ പാല് മാത്രമല്ലേ ഒഴിച്ചു കൊടുത്തുള്ളൂ. 1/4 കപ്പ് വെള്ളം കൂടി, 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ വേണമെങ്കിൽ ഒഴിക്കാം, അത് വേവാനായിട്ട്. ആദ്യം പാലിൽ കിടന്ന് നല്ലതുപോലെ തിളച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. എങ്കിലും കുറച്ചും കൂടി നമുക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്.
നമ്മുടെ അവൽ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ഒന്ന് നല്ലതുപോലെ ഉരുകി വരട്ടെ. ഈ 1 കപ്പ് പഞ്ചസാര എന്ന് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. ഈ 1 കപ്പ് പഞ്ചസാര ഇതിപ്പോൾ നല്ല മധുരമുണ്ട്. ഇനി ഇത്രയും മധുരം ആവശ്യമില്ലാത്തവർക്ക് ഒരു 3/4 കപ്പ് ചേർത്താൽ മതി. ഇനി നമ്മൾ ഇവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പാല് 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ അവലുമ്മ ഇത് പഞ്ചസാര നല്ലതുപോലെ പിടിക്കും. അപ്പോഴാണ് അതിനും കൂടെ ഒരു മധുരം പിടിച്ചാലാണ് നല്ലത്. കണ്ടോ, നല്ല പോലെ വെന്ത് പഞ്ചസാരയും ഉരുക്കി കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആകെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരുന്നത്. അത് നേരത്തെ തിളപ്പിച്ച് വെച്ചു എന്ന് പറഞ്ഞല്ലോ, അത് ഫുള്ളും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് തിളച്ചാൽ മതി. വളരെ പെട്ടെന്ന് നമുക്കുണ്ടാക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി വരും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിഷുവിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ്. ഞാനിവിടെ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേങ്ങാപ്പാലല്ല, പശുവിൻ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മിൽമ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. 1/2 ലിറ്റർ പാലിനുള്ള ഇതേ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മുടെ അവൽ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ കാഷ്യൂനട്ടും റൈസിൻസൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു. ഇനി ലാസ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത്, പഞ്ചസാരയും കൂട്ടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചതാണ്, അതും ഇട്ട് കൊടുത്തു. ഒന്നിളക്കി കൊടുക്കാം. നമ്മുടെ പായസം റെഡി. അവൽ പായസം റെഡിയാണ് ഇവിടെ. അവിൽ വെച്ചിട്ടുണ്ടാക്കിയ പായസം കണ്ടല്ലോ, 5 മിനിറ്റ് തന്നെ എടുത്തുള്ളൂ. ഇതൊക്കെ കുക്കായി വരാനായിട്ട് ആദ്യം ഒരു 2 മിനിറ്റ് വേണം, പിന്നെ ഒരു 1.5 മിനിറ്റ് വേണം, പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് 5 മിനിറ്റിനകം നമുക്ക് ഉണ്ടാക്കാം. പാല് മാത്രം ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാക്കറ്റ് പാലാണ്, 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ വിഷുവിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പായസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി പായസമാണ്. വേണമെങ്കിൽ ഇനി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് എടുത്തുണ്ടാക്കാൻ സമയമുള്ളവർ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ശർക്കര ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അടിപൊളി പായസമാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.